നമ്മളിന്ന് കോട്ടയം വരെ ഒരു ചെറിയൊരു ഔട്ടിങ്ങിന് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഇപ്പോൾ സമയം ഏകദേശം 4:30 സമയമായി. സാറ്റർഡേ ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് 2 കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഒന്ന്, ഞങ്ങൾ അവിടെ നാഗമ്പടത്ത് ഇൻഡോർ സ്റ്റേഡിയത്തിൽ പെറ്റ് ഷോ നടക്കുന്നുണ്ട്, അത് കാണാൻ പോവാണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ തമിഴ്നാട് CM ജോസഫ് വിജയ് സാറിൻ്റെ വിജയുടെ ജനനായകൻ സിനിമ കാണാൻ പോകുന്നു. അത് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. നമ്മളീ പോകുന്നത് കാരത്താസ് മേൽപ്പാലം കയറി പോവാണ്. നല്ല അത് നമുക്ക് സ്ക്രീനിൽ കാണാം. സൂര്യൻ്റെ നല്ല ഹെട്ടൗട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് പോകുന്നത്, ഇന്നത്തെ ദിവസം സാറ്റർഡേ ആണ്. ജനനായകൻ സിനിമ നമ്മൾ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയായിരുന്നു, വന്നിട്ട് കാണാൻ പോകണം. നമുക്കത് മിസ് ചെയ്യാൻ പാടില്ലല്ലോ. നമ്മുടെ വിജയ് സാറിൻ്റെ ഒരു വലിയ ഒരു എന്താ പറയുക, ഒരു ജേർണിയിലെ ഏകദേശം ഒരു എൻഡിലെത്തിയ സിനിമയല്ലേ. അപ്പം ഇതിന് ശേഷം ഒരു ഫിലിം അദ്ദേഹം ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ വിജയ് ഫാൻസിന് അറിയാം. ഓഫ് കോഴ്സ് ഞാനൊരു വിജയ് ഫാനാണ്. അതുകൊണ്ട് ഈ സിനിമ എന്താണെന്ന് തിയേറ്ററിൽ പോയി കാണുമെന്ന് ഉറപ്പിച്ചിട്ടാണ് ഇരുന്നത്. 1-2 ദിവസം ആയെന്നറിയാം, എങ്കിലും ഞങ്ങൾക്ക് ടൈം കിട്ടിയത് ഇന്നാണ്. കാരണം 2 പേർക്കും ജോലിയുണ്ട്. അപ്പം ഒരു വീക്കെൻഡിൽ പോയി കാണാമെന്ന് ഓർത്തിരുന്നിരുന്നിരുന്ന് ഇങ്ങനെ ഇന്ന് വൈകിട്ട് 8:45 ഷോയ്ക്ക് ബുക്ക് ചെയ്തു. സോ നമ്മൾ കോട്ടയം അഭിലാഷ് തിയേറ്ററിലാണ് പോയി കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വിജയ് ഫാൻസ് ആയിരിക്കണേ, മുഴുവനായിരിക്കും, എന്നാലും ഫുൾ കംപ്ലീറ്റ് ആയിരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് ആ ഫിലിം അതിൻ്റെ എന്താ പറയുക, നമ്മൾ ആ ഒരു എനർജിയിൽ ഇരുന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. സോ ലെറ്റ്സ് സീ. അപ്പം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അമ്മഞ്ചേരി. അതുപോലെ സ്റ്റാൻഡ് ഇതാണ് നമ്മുടെ എൻട്രൻസ്, മെഡിക്കൽ കോളേജിൻ്റെ എൻട്രൻസ് ഇതാണ്. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമുക്കങ്ങനെ സ്ലോ ചെയ്യാൻ പറ്റില്ല, അറിയാമല്ലോ, കാരണം ഹോസ്പിറ്റലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആൾക്കാർ നോക്കി നമുക്ക് വണ്ടി അങ്ങനെ സ്ലോ ചെയ്ത് വീഡിയോ എടുക്കാൻ സാധിക്കില്ല. കോട്ടയം മെഡിക്കൽ കോളേജിന് വന്ന മാറ്റങ്ങൾ, അതായത് ഒരുപാട് എന്താ പറയുക, കെട്ടിടങ്ങളാണെങ്കിലും പണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ വരുമ്പോൾ കണ്ടിരുന്നതിനേക്കാൾ ഒരുപാട് മാറ്റങ്ങളാണ് ഈയിടെയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഫെസിലിറ്റീസ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് 2 പേരും കൂടെ പിക്ക് ചെയ്യാനുണ്ട്. അവരുടെ വീട് ഇവിടെ അടുത്ത്, അതായത് പോകുന്ന വഴിയാണ്, കുടമാളൂരായിട്ട് വരും. അവരെ കൊണ്ട്, നമ്മുടെ ഫ്രണ്ട്സാണ്, അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് വേണം നമുക്ക് സ്ഥലത്തേക്ക് പോകാൻ. നമ്മൾ സാധാരണ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ടൂറ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ കൂടെ എപ്പോഴും അവർ കാണും. അപ്പം അവരുടെയും കൂടെ സമയം നോക്കിയിട്ടാണ് നമ്മൾ ശനിയാഴ്ച എടുത്ത്. 2 പേരും വർക്കിംഗ് ആണ്. അപ്പം അവർക്ക് അവരുടെ വർക്കിംഗ് ടൈമൊക്കെ കഴിഞ്ഞ് അവരും ഫ്രീ ആയതിന് ശേഷമാണ് നമ്മൾ ടൈം ഫിക്സ് ചെയ്തതാണ് ഈ ഒരു ടൈം എടുക്കാൻ കാരണം. അല്ലെങ്കിൽ ഞങ്ങൾ പൊതുവെ ശനിയോ ഞായറോ ദിവസങ്ങളിൽ രാവിലെ വല്ലതും സിനിമയ്ക്ക് പോകാൻ പ്രിഫർ ചെയ്യുന്നവരാണ്. ബട്ട് ഇന്ന് ഇച്ചിരൂടെ ടൈം നമുക്ക് കിട്ടുമല്ലോ എന്നോർത്താണ്. ശനിയാഴ്ചയാണ്, അതുകൊണ്ട് ഒരു ഉച്ച കഴിഞ്ഞ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പം സമയം എന്താണേലും 4:45, 4:50 ആയെന്ന് തോന്നുന്നു. ആയി. അപ്പോൾ 4:50 നമുക്കവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഈ പള്ളി കണ്ടിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇത് നമ്മുടെ കുടമാളൂർ പള്ളിയാണ്. ഇവിടെയുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും. പൊതുവെ ഈ റോഡ് അല്ലെങ്കിൽ ഈ ഒരു ഏരിയ മിക്കപ്പോഴും നമ്മൾ ആംബുലൻസും ഒക്കെ ആയിട്ട് നിറഞ്ഞായിരിക്കും എപ്പോഴും ആംബുലൻസിൻ്റെ ശബ്ദവും. കാരണം ഇത് മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ ഈസി ആയിട്ട് അവിടെ നിന്ന് വരുന്നവർക്ക് പെട്ടെന്ന് എത്താനുള്ള ഒരു വഴി ആയതുകൊണ്ട്, ഒരു റോഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവർക്ക് അറിയാം, എസ്പെഷ്യലി അറിയാം. ഞാനും ഇവിടെ കുടമാളൂർ ഉള്ള ഒരാളായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾ ഏറ്റുമാനൂർ പോയത്. അപ്പം നമുക്ക് നന്നായിട്ടറിയാം. കുറേ അമ്പലങ്ങളുണ്ട്. ശ്രീകൃഷ്ണൻ, അതുപോലെ അയ്യപ്പൻ്റെ, ദേവിയുടെ, അങ്ങനെ ഒരുപാട് അമ്പലങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമാണ് കുടമാളൂർ, കുടയമ്പടി എന്നൊക്കെ പറഞ്ഞാൽ. ആൻഡ് നമ്മൾ ഏകദേശം നമ്മുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തു, അവരെത്തിയിട്ടുണ്ട്. വിശേഷങ്ങൾ ബാക്കി നമുക്ക് പുറകെ കാണാം. അങ്ങനെ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിലെത്തി.
നമ്മൾ അവിടുന്ന് അങ്ങോട്ടേക്ക് കയറാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ റോഡ് ഒന്ന് കാണിച്ചു തരാം. ഉണ്ടോ ഇതുപോലെ കുതിരപ്പുറത്തൊക്കെ പോകാം. കുഞ്ഞുങ്ങളെയും കൂടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അവർക്കൊരു എന്റർടൈൻമെന്റ് ഒക്കെ ആകും. പിന്നെ നമ്മൾ ആദ്യം ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ടിക്കറ്റ് ചാർജ് എത്രയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ പ്രദർശന സമയമൊക്കെ പറഞ്ഞിട്ടുണ്ട്. രാവിലെ 11 തൊട്ട് 9 മണി വരെയാണ്, വൈകിട്ട് 9 മണി വരെ. ജൂലൈ 10 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ജൂലൈ 26 വരെ സമയമുള്ളൂ. വീഡിയോ അകത്ത് അലൗഡ് ആണോ എന്നറിയില്ല, നമുക്ക് നോക്കാം. Golden Persist. ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ബേർഡ്സും നമ്മൾ കാണുന്നത്. അതെ അതെ, ഗോൾഡൻ സെബ്രൈറ്റ് ഹെൻ. ബ്ലാക്ക് ഫ്രിൽ പീജിയൻ ആണ്. വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് ഉണ്ട് കേട്ടോ. കുട്ടികളെ കൊണ്ടൊക്കെ വന്നവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ചൈനീസ് ഔൾ വൈറ്റ്, ഇതിലാണ് നല്ല ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ട് നിൽക്കുകയാണ്. ഓരോരുത്തരും വരുമ്പോൾ ഇങ്ങനെ ചിറകൊക്കെ വിടർത്തി നിന്ന്. ഇത് ഹിപ്പി പീജിയൻ ആണ് കേട്ടോ. ഹിപ്പി പീജിയൻ നല്ല രസമുണ്ടല്ലേ കാണാൻ, നല്ല ഭംഗിയുണ്ട്. നോക്കി നമ്മളെ കണ്ടിട്ട് അവിടെ എന്ത് ഹാപ്പി ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ശനിയാഴ്ച ദിവസം
അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതെല്ലാം ബേർഡ്സിൻ്റെ ഏരിയ ആണ്. അതുകൊണ്ട് തുടക്കം തന്നെ ബേർഡ്സാണ്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് സ്പീഷീസ് ഉണ്ട് കേട്ടോ ഇത്. അവന്മാർ എൻ്റെ കൂടെ തല്ലുകൂടുവാണ്. യെല്ലോ സൈഡഡ് കോർണർ. ഉടുപ്പാണ് കേട്ടോ നമ്മളീ കാണുന്നത്. സ്പൈൻ ടെയിൽ ഇഗ്വാന ഹോട്ട് ഡെസേർട്സിലൊക്കെ കാണുന്നതാണ്. സെൻട്രൽ അമേരിക്കയുടെ ഫോറസ്റ്റിൽ ഉള്ള ഒരു ജീവിയാണ്. ഇതാണ് കൊയ്പ്പു. കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കുന്ന കൊയ്പ്പുവാണിത്. ഇനി നമ്മളൊരു കുഞ്ഞി പട്ടിക്കുട്ടിയെ കാണുകയാണേ. ഓക്കെ, ഇത് ക്യൂട്ടായിട്ടാണ് നിൽക്കുന്നത്. ഈ പോമറേനിയൻ ചെറിയ ഇനം നായ്ക്കൂട്ടത്തിലുള്ളതാണ്. പെറ്റായിട്ട് വളർന്നതാണ്. പക്ഷെ ഡേഞ്ചറസ് ആണ് ആള്. മേളിലോട്ട് കമ്പി വലയൊന്നും ഇല്ല. നമ്മളിങ്ങനെ നിൽക്കുന്നത് സേഫസ്റ്റ് ആയിട്ടാണോ ചോദിച്ചാൽ നമുക്ക് ഒത്തിരി അവനെ എന്താ പറയാ പെറ്റായിട്ട് വളർത്തുന്ന ആയതുകൊണ്ട് കുഞ്ഞാണ് ആള് കുഞ്ഞാണ്. തന്നെ ഒരാളപ്പുറത്തുണ്ട്. ഇവനിങ്ങനെ ആൾക്കാരെയൊക്കെ കണ്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ്. മറ്റേ മിനിയേച്ചർ പിൻസ്റ്റർ മിൻറ്റി, മിനിയേച്ചർ പിൻഷ്. പക്ഷെ നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു. കണ്ട് ക്ഷീണിച്ച് എല്ലാവരെയും കണ്ട് ബോറടിച്ച് കിടക്കുന്നു. നമ്മുടെ മറ്റേ ആള് അതും കൂടെ നല്ല ആക്റ്റീവായിട്ട് നടപ്പുണ്ട്. ഇവിടെ ഒരു അടിപൊളി ഒരു സ്റ്റാറും ഉണ്ട് കേട്ടോ. ഇദ്ദേഹത്തെ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലല്ലോ. നോക്കി എന്ത് വലിപ്പമുണ്ടെന്ന്. നമ്മൾ ക്യാമറയിൽ കാണുന്നതിനേക്കാൾ നല്ല വലിപ്പമുണ്ട് ആശാന്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൽക്കാട്ട ആമ എന്നറിയപ്പെടുന്നത് കേട്ടോ. സൽക്കാട്ട ആമ 30 കിലോയിലധികം ഭാരമുണ്ട്. ഭീമൻ സൽക്കാട്ട ആമയെ നേരിട്ട് കാണാമെന്നാണ്. അതായത് 30 കിലോയിലധികം വിലയുണ്ട്. കണ്ടാൽ തന്നെ അറിയാം പുള്ളി ആശ നല്ല വെയിറ്റ് ഒക്കെ ഉള്ള ആളാണ്.
ഫുൾ ഹാപ്പി ആയിട്ടിരിപ്പുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ ആമവർഗത്തിൽപ്പെടുന്നതാണ്. ഇതാണ് മർമോസെറ്റ് കുരങ്ങ്. ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവ്. തെക്കേ അമേരിക്കയിലെ മഴക്കാടുകളിൽ കാണുന്ന ഒരിനം ബേർഡാണ്. ഇതിന്റെ സ്പെഷ്യാലിറ്റി മനുഷ്യരെ പോലെ സംസാരിക്കാൻ പഠിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. Lifespan 50 to 60 years. ഇതാണ് ഇഗ്വാന. കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഇഗ്വാന എന്നാണ്. നിങ്ങളുടെ എല്ലാ ഇലകളും പഴങ്ങളും ഒക്കെയാണ് കേട്ടോ നിങ്ങളുടെയൊക്കെ തീറ്റ. ക്യാറ്റാണ്, പക്ഷെ നല്ല ഉറക്കമാണ്. അതിനും കൂടി ഇപ്പുറത്തൊരാൾ ആക്റ്റീവായിട്ട് നിൽപ്പുണ്ട്. ഷുഗർ ഗ്ലൈഡർ. ഫ്ലൈയിങ് സ്ക്വയറലിനെ പോലെ, അതായത് അണ്ണാനെ പോലെ പറക്കാനൊക്കെ കഴിവുള്ള ഒരു സ്പീഷ്യസ് ആണ്. Varieties. റെപ്റ്റീൽ ബോ ആണ് കേട്ടോ. ആളകത്ത് കിടക്കുകയാണ്. നമുക്ക്
ക്യാമറയിലൂടെ കിട്ടുന്നില്ല, എന്നാലും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഡ്രാഗൺ, ഇതൊരു ഡ്രാഗൺ ആണ്, ബാറ്റഡ് ഡ്രാഗൺ എന്നാണ് പേര്. ലീവ്സും ഫ്രൂട്ട്സും ഒക്കെയാണ് ഇവിടെയൊക്കെ ഭക്ഷണമായി. 10 തൊട്ട് 15 വർഷം വരെയാണ് ഇതിൻ്റെ ആയുസ്. ഈജിപ്ഷ്യൻ ഫെൽസ് കോബ്ര ആണിത് കേട്ടോ. കുഞ്ഞു പാമ്പാന്ന് തോന്നുന്നു. കോൺ സ്നേക്ക്, അവനൊരു കുഞ്ഞതാണ്, അവനെ നമുക്ക് കാണാം. മെക്സിക്കൻ മിൽക്ക് സ്നേക്ക് ആണിത്. ഇത് സൂം ചെയ്ത് കാണാം. നോക്കൂ, ആനക്കോണ്ടയാണ്. ആനക്കോണ്ടയുടെ യെല്ലോ ആനക്കോണ്ടയാണ്. ഗ്രീൻ ട്രീ എന്നാൽ നമുക്ക് പാമ്പിനെ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. ഒരു കൊച്ച് കയ്യിൽ പാമ്പിനെയൊക്കെ വെച്ച് കൂളായിട്ട് നിൽപ്പുണ്ട്. നമുക്കിത് പേടിയായതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. കോഫി, ചോക്ലേറ്റ്, ചീസ്, ചില്ലി, അതുപോലെ ടൊമാറ്റോ, ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ ഇടയ്ക്കൂടെ. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഷോപ്സ് ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാം. നമ്മളൊരു ചെറിയ പേട മേടിച്ചു കേട്ടോ. 80 രൂപയോ ചെറിയ പാക്കറ്റിന്. ഒരുപാട് സ്വീറ്റ്സ് ഒക്കെ ഉണ്ട്. അവൻ കട്ട് ചെയ്ത് തരാൻ പറ. അച്ചാറിന്റെ സ്പെഷ്യൽ വെറൈറ്റീസ് ഓഫ്
അച്ചാറിൻ്റെ പല ഫ്ലേവേഴ്സാണ്. സെറാമിക് പോട്ടിൻ്റെ പല വെറൈറ്റീസാണ്. നല്ല ഭംഗിയുള്ള കപ്പും സോസും അതുപോലെ പ്ലേറ്റ്സും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കടായി പനീർ, ബട്ടർ നാനും കടായി പനീറുമാണ്. മഷ്റൂം ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ നാനാണ്. അങ്ങനെ സിനിമയ്ക്ക് കയറാനായിട്ട് അങ്ങോട്ട് നടക്കുക. നമ്മൾ വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്തു, എന്നിട്ട് തിയേറ്ററിലോട്ട് നടക്കുകയാണ്. ഭയങ്കര ഈ ടൈം ആയതുകൊണ്ട് 8 മണി സമയമായതുകൊണ്ട് നല്ല തിരക്കുണ്ട്. തിരിച്ചു വരുമ്പോൾ പക്ഷേ ഇവിടെ എല്ലാം ടോട്ടൽ സൈലൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഏതായാലും തിയേറ്ററിന് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ സിനിമ കണ്ട് വീട്ടിൽ വന്നു. ഇപ്പോൾ സമയം 12:30 അടിപൊളി പടമായിരുന്നു, സൂപ്പർ. അപ്പോൾ കാണാൻ പോകുന്നവരൊക്കെ എക്സ്പെക്റ്റേഷനോട് പോയിക്കോളൂ. ആൻഡ് ഇതുവരെ ടിക്കറ്റ് എടുക്കാത്തവർ എത്രയും വേഗം ടിക്കറ്റ് എടുത്ത് പോയി കാണുക. തിയേറ്ററിലിരുന്ന് കാണേണ്ട സിനിമ തന്നെയാണ്. ഓക്കെ, സോ അങ്ങനെ ഇന്നത്തെ ദിവസം തയ്യാറായി. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും. അതായിരിക്കും ബൈ.